നമസ്കാരം സ്വാമിജി. നമസ്തേ. നമസ്തേ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ ശബരിമലയെക്കുറിച്ച് പറഞ്ഞു. ഈ ശബരിമലയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള വന്നതിന് ശേഷം ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ക്ഷേത്രങ്ങൾ സത്യത്തിൽ ഭരിക്കേണ്ടത് ഇതുപോലൊരു ദേവസ്വം ബോർഡാണോ? അതായത് സർക്കാർ നിയോഗിച്ച ഒരു സെക്യുലർ സർക്കാർ നിയോഗിച്ച ഒരു ദേവസ്വം ബോർഡിന് എങ്ങനെ ഹിന്ദുക്കളുടെ ക്ഷേത്രം ഭരിക്കാനുള്ള അവകാശം കൊടുക്കണം? ഇതിനൊരു മറുചിന്തയുമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആര് ഭരിക്കും എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇത് വേറൊരാൾക്ക് കൊടുത്താൽ അയാൾക്കിത് ഭരിക്കാനുള്ള അവകാശമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സങ്കീർണതയാണ്. ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന കുറേ ആളുകൾ കയറിയിരിക്കുന്നൊരു ദേവസ്വം ബോർഡ്, തീർച്ചയായും അത് മാറണം. മറുഭാഗത്ത് ഈ ഒരു സെക്യുലർ ഗവൺമെൻറ് ഹിന്ദുക്കളുടെ ക്ഷേത്രം ഭരിക്കുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമോ നിയമവിരുദ്ധമോ അല്ലേ എന്നൊരു ചോദ്യമുണ്ട്. മൂന്നാമത്തെ ചോദ്യം, അങ്ങനെയെങ്കിൽ ഇതല്ലെങ്കിൽ പിന്നെ ആര് ഭരിക്കും? മറ്റൊരാൾക്കത് കൊടുക്കാനില്ലല്ലോ എന്നൊരു സങ്കീർണത. അതെ, എന്താണ് ഇതിൻ്റെ ഒരു പോംവഴി? വളരെ യുക്തവും കാലാനുസൃതവുമായ പ്രശ്നമാണ്. ഒന്നാമത്തെ വിഷയം സ്വർണ്ണക്കൊള്ള മാത്രമല്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ചയ്ക്ക് വന്നപ്പോൾ സകല മാധ്യമങ്ങളിലൂടെയും അതുതന്നെ ചർച്ച ചെയ്യപ്പെടുകയും അതുതന്നെ സമൂഹ മധ്യത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതോടുകൂടി മറ്റ് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് വന്ന കിലോഗ്രാം കണക്കിനുള്ള സ്വർണ്ണമോഷണം മങ്ങിപ്പോയി. ഇനി സ്വർണ്ണമോഷണം മാത്രമല്ല, ഒട്ടനവധി ക്ഷേത്രങ്ങളിലെ ദേവസ്വം ഫണ്ടുകൾ ഗവൺമെൻറ് ട്രഷറിയിലോ നാഷണലൈസ്ഡ് ബാങ്കുകളിലോ നിക്ഷേപിക്കാതെ പാർട്ടി നിയന്ത്രിത കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന സ്ഥിതിവിശേഷം വളരെ വ്യാപകമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് അങ്ങനെ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ദേവസ്വങ്ങളുടെ തെറ്റായ തീരുമാനമനുസരിച്ച് ക്ഷേത്രഭൂമികൾ പൊതു കൃഷിയിടങ്ങളാക്കി മാറ്റുക, ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത വസ്തുക്കൾ വിറ്റ് കാശാക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ വന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ രണ്ട് തീരുമാനങ്ങളും റദ്ദാക്കപ്പെട്ടത്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന്, ഗുരുവായൂർ ദേവസ്വം ആക്ട് മുഴുവൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഒരു 5 പൈസ പോലും സെക്യുലർ ആക്ടിവിറ്റിക്ക് എടുക്കാൻ പറ്റില്ല ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന്. ഹിന്ദു താല്പര്യത്തിന് വേണ്ടി എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നത് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 കോടി രൂപ എഴുതിയെടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അത് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിഞ്ഞതും അറിയാത്തതുമായ ഒട്ടനവധി കൊള്ളകൾ നടക്കുന്നുണ്ട്. ശബരിമല മാത്രമല്ല ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഭക്തന്മാരെ മുഴുവൻ അവഹേളിക്കുന്ന, ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന പ്രവർത്തനങ്ങൾ വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വിഷയം, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു ദേവസ്വം സംവിധാനം അരുത് എന്നാണ് വിഷയം. രണ്ടാമത്തെ അങ്ങയുടെ ചോദ്യത്തിലെ വിഷയം സർക്കാർ നിയന്ത്രിതമായ, അതും ഒരു സെക്യുലർ ഗവൺമെൻറ്റിനാൽ നിയന്ത്രിതമായ ഒരു ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ന്യായമാണോ? ന്യായമല്ല, അന്യായമാണ്. 100% അന്യായമാണ്. എന്തുകൊണ്ട് അന്യായം എന്ന് ചോദിച്ചാൽ, ക്ഷേത്രഭരണത്തിൽ സർക്കാർ കൈകടത്താൻ തുടങ്ങിയത് തന്നെ അന്യായത്തോടു കൂടിയാണ്, അന്യായ ദൃഷ്ടിയോടുകൂടിയാണ്. കാരണം 1810 തിരുവിതാംകൂറിന് സൈനിക സഹായം നൽകാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുന്നോട്ട് വന്നപ്പോൾ അതിന് പകരമായി അവർക്ക് ലക്ഷക്കണക്കിന് രൂപ, ഇന്നത്തെ കണക്കിന് കോടിക്കണക്കിന് വരും, തിരുവിതാംകൂർ രാജ്ഞി കൊടുക്കേണ്ടതുണ്ട്. അത്രയ്ക്ക് പണം കണ്ടെത്താൻ നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കേണൽ മൺറോ വരുമാനമുള്ള ക്ഷേത്രങ്ങളെ പിടിച്ചടക്കിയാൽ സുഖമായി സാധിക്കുമെന്ന് വന്നത്. 1811 ഈ കേണൽ മൺറോ തിരുവിതാംകൂറിൻ്റെ റീജൻ്റ് ദിവാനായി ആദ്യം ചെയ്ത നടപടികളിൽ ഒന്ന്, വരുമാനമുള്ള തിരുവിതാംകൂറിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും പിടിച്ചടക്കി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാക്കി. ഇഷ്ടംപോലെ പൈസയായി. ഇങ്ങനെയാണ് വാസ്തവത്തിൽ തുടങ്ങുന്നത്. പണം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. പിന്നീട് ഏതാനും ദശകം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയി, ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് മദ്രാസ് പ്രസിഡൻസിയിൽ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. അന്ന് മുസ്ലിം ക്രിസ്ത്യൻ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തു. ഹിന്ദു സമൂഹം കാമാമിണ്ടിയില്ല. അന്ന് അത്തരമൊരു നേതൃത്വം ഹിന്ദു സമൂഹത്തിന് ഇല്ലായിരുന്നു. പൊതുവെ അന്ധകാരാവൃതമായിരുന്നു നമ്മുടെ സാമാജിക വ്യവസ്ഥ. എന്തേ സംഭവിച്ചത്?
ആദ്യം കൊണ്ടുവന്ന റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് പിൻവലിച്ചു. പകരം ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. അങ്ങനെ മദ്രാസ് പ്രസിഡൻസിയിലെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റായി. പിന്നീട് കൽക്കട്ട, മുംബൈ, സെൻട്രൽ പ്രോവിൻസുകളിൽ ഇതേ ആക്ട് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഭരിച്ച പ്രദേശം മുഴുവൻ ഉള്ള ക്ഷേത്രങ്ങൾ ഗവൺമെൻറ് നിയന്ത്രിത ഡിപ്പാർട്ട്മെൻറ്റുകളായി. ബോർഡായിരുന്നില്ല, HRMC ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. പിന്നീട് നമുക്കറിയാം 1947 രാഷ്ട്രീയ സ്വാതന്ത്ര്യം വന്നു. അപ്പോൾ ഈ സംവിധാനം മാറേണ്ടതായിരുന്നു, മാറിയില്ല. ഒറ്റക്കെട്ടായി ഹിന്ദു ശബ്ദമുയർത്തുകയും ചെയ്തില്ല. 1949 നവംബറിൽ നമ്മൾ ഭരണഘടന അംഗീകരിച്ചു. 1950 ജാനുവരി 26 തൊട്ട് നമ്മൾ യൂണിയനായി. ആ യൂണിയൻ ആയപ്പോഴെങ്കിലും ഇത് മാറ്റേണ്ടതായിരുന്നു, അപ്പോഴും മാറ്റിയില്ല. വർഷങ്ങൾ 26 കടന്നുപോയി. ഭാരതത്തിലൊരു പ്രതിപക്ഷമില്ലാത്ത സമയത്ത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലും പെട്ട നേതാക്കന്മാർ ഒന്നുകിൽ ജയിലറകളിലോ അല്ലെങ്കിൽ ഹൗസ് അറസ്റ്റിലോ ആയിരുന്ന കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്കുലാർ എന്നുള്ളൊരു പദം ഭരണഘടനയിൽ തിരികെ ചേർക്കപ്പെട്ടു. അംബേദ്കർജിയെ പോലുള്ള, രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള, സർദാർ വല്ലഭഭായ് പട്ടേലിനെ പോലുള്ള പ്രഗത്ഭന്മാർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സുദീർഘമായി ചർച്ച ചെയ്തിട്ട് ഇത്തരമൊരു പദം ആവശ്യമില്ല, അവരെഴുതിയിട്ടില്ല, സ്ഥാപിച്ചതാണ് അവരെഴുതിയിട്ടില്ല എന്നത് ഈ ഒരു പദം എഴുതി ചേർത്തു. അതും ഒരു ഒപ്പോസിഷൻ ഇല്ലാത്ത സമയത്ത്. അങ്ങനെയാണ് സെക്കുലറിസം അടിച്ചേൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന സെക്കുലറാണെന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷത്തോടു കൂടി കൂടിയാലോചിച്ചിട്ടുള്ള പദപ്രയോഗം അല്ല, ഒരു ഏകാധിപതിയുടെ പദപ്രയോഗം മാത്രമായിട്ടേ നമ്മളതിനെ കൂട്ടുന്നുള്ളൂ. എന്നാൽ സെക്കുലറായത് ഏത് നിമിഷമാണോ ആ നിമിഷം മുതൽ ഏതെങ്കിലും മതസ്ഥാപനം ഭരിക്കാൻ സർക്കാരിന് അധികാരമില്ല. അതെ, കാരണം മതനിരപേക്ഷമായിരിക്കണമല്ലോ. പക്ഷെ പിന്നെയും നമ്മൾ കാണുന്നത് എന്താണ്? അതാണ് അതിലൊരു അതുകൊണ്ട് ഇത് മാറിയേ മതിയാവും. എന്ത് കാരണം കൊണ്ടും ഇന്നത്തെ ദേവസ്വം സംവിധാനം മാറണം. അപ്പോഴാണ് ചോദ്യം, പകരം എന്ത് സംവിധാനമുണ്ട്? പകരം സംവിധാനം നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെയോ അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെയോ സമർപ്പിക്കാൻ സാധിക്കണം. അനായാസേന സാധിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇന്ന് നമുക്ക് ഏതെങ്കിലും സംസ്ഥാനം എടുക്കാം, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. കാരണം ബ്രിട്ടീഷ് എവിടെയൊക്കെ ഭരിച്ചോ അവിടെയൊക്കെ ഈ സംവിധാനമുണ്ട്. ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ളത് കമ്മിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് ഫോമാണ്. ഇനി ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉപദേശക സമിതികളുണ്ടാവും അഥവാ പാരമ്പര്യ ട്രസ്റ്റികളുണ്ടാവും. അപ്പോൾ ഈ സംവിധാനം ഒന്നുകിൽ ഉപദേശക സമിതി അല്ലെങ്കിൽ പാരമ്പര്യ ട്രസ്റ്റി എന്താണോ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനത്തിലുള്ളത് അത് കാലത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയവുമാണ്. അതേപോലെ തന്നെ ക്ഷേത്രഭരണം നിർവഹിക്കുന്ന, ക്ഷേത്രപരിപാലനം നിർവഹിക്കുന്ന കമ്മിറ്റി അഥവാ ട്രസ്റ്റ്, ഇതിൽ നിന്നൊരു വ്യക്തി, ഒരു റെപ്രസെൻറ്റേറ്റീവ് ചേരുന്ന രീതിയിൽ പഞ്ചായത്ത് തല ദേവസ്വം കമ്മിറ്റികൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത്തരം പഞ്ചായത്ത് തല ദേവസ്വം കമ്മിറ്റിയിൽ നിന്ന് ഒരു ജില്ലാതല ദേവസ്വം കമ്മിറ്റി ഉണ്ടാവാം. ജില്ലാതല ദേവസ്വം കമ്മിറ്റിയിൽ നിന്ന് സ്റ്റേറ്റ് ദേവസ്വം ബോർഡ് ഉണ്ടാവാം. ആ ബോർഡിൽ നിശ്ചയമായും വാസ്തു, ജ്യോതിഷ, തന്ത്ര, മന്ത്ര, ശാക്തേയാദി വിദ്വാൻമാർ, അതുപോലെ വേദജ്ഞന്മാർ എല്ലാവരും ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉയർന്ന അവസ്ഥയിൽ വേണം. ഈ രീതിയിൽ ദേവസ്വം ബോർഡ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രഭരണം നടക്കുകയും ചെയ്താൽ വളരെ നല്ലൊരു സംവിധാനമാണെന്ന് നമുക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും. അതിലൊരു ധാർമ്മികതയും ഉണ്ടാകും, ജനാധിപത്യ രീതിയും ഉണ്ടാകും. ഇന്ന് വളരെ ആപത്കരമായൊരവസ്ഥ ദേവസ്വം ഭരണത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗവൺമെൻറ് നിയന്ത്രിത ദേവസ്വം ബോർഡാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ ദേവസ്വം ബോർഡിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഹിന്ദു MLA മാർ ചേർന്നിട്ടാണ്. അവർ ക്ഷേത്രവിശ്വാസികളാണോ അല്ലയോ, അല്ലെങ്കിൽ ക്ഷേത്ര ആചാരമര്യാദ പാലിക്കുന്നവരാണോ അല്ലയോ, അതൊന്നും അവിടെ പ്രസക്തമല്ല. നാമമാത്രമായി ഹിന്ദു ആയാൽ മതി. എങ്കിൽ തന്നെയും
ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറം ജില്ല, എത്രയോ മഹാക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 16 MLA-മാരാണുള്ളത്. അതിൽ 2 MLA-മാർ മാത്രമാണ് നാമമാത്ര ഹിന്ദു. ഇപ്പോൾ 2/16, 1/8. അപ്പോൾ ഡെമോക്രസിയുടെ അടിസ്ഥാനമായിട്ടുള്ള ജനപ്രാതിനിധ്യ നയം അവിടെ നടപ്പിൽ വരുന്നില്ല. നടപ്പിലാക്കാൻ പറ്റൂല. അവിടെ നടപ്പിൽ വരുന്നില്ലല്ലോ. ഇല്ല. കാരണം 1/8 ഉള്ളൂ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ജനാധിപത്യപരമായി ശരിയാവുന്നത്? മലപ്പുറം ജില്ലയിലെ ക്ഷേത്രങ്ങൾ എങ്ങനെ ഭരിക്കുന്നു ദേവസ്വം ബോർഡ്? ആരാണ് അവിടത്തേക്കുള്ള മെമ്പർമാരെ ചെയ്യുന്നത്? അപ്പം മറുപടി വന്നേക്കാം, ഒരു ജില്ലയ്ക്ക് മാത്രമായിട്ട് ദേവസ്വം മെമ്പർ ഇല്ല സ്വാമി. ശരിയാണത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. ഇതേ രീതിയിൽ ജനസംഖ്യ അനുപാതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ദേവസ്വം സംവിധാനം കേരളത്തിൽ നിലനിൽക്കുക? അപ്പോൾ ഒരു ബദൽ സംവിധാനം എവിടുന്ന് തുടങ്ങണം? തുടങ്ങേണ്ടത് നിശ്ചയമായും ഓരോ പഞ്ചായത്ത് തലത്തിലും ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റികൾ വരണം. ആ ക്ഷേത്ര കോർഡിനേഷൻ സ്വാഭാവികമായിട്ട് മതം ഈ രാഷ്ട്രീയക്കാർ കൈയടക്കില്ലേ ഇന്നത്തെ അവസ്ഥയിൽ? എന്ത് വ്യത്യാസം ഉണ്ടാവും അവസാനം? രാഷ്ട്രീയക്കാർ കൈകടത്തില്ലെന്ന് ചോദിച്ചാൽ, അങ്ങനെ കൈകടത്താൻ വിശ്വാസികൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ കൈകടത്തട്ടെ എന്നാണ് ഞാൻ പറയുക. കാരണം ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും യഥാസമയം അംഗത്വം പുതുക്കുകയും നിൻ്റെ ശബ്ദം ഉയർത്തേണ്ടിടത്ത് നീ ഉയർത്താതിരിക്കുകയും ചെയ്താൽ നീ തിരസ്കരിക്കപ്പെടും. അത് ഉറപ്പാണ്. അങ്ങനെ കൈയടക്കാൻ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. മഹല്ല് കമ്മിറ്റികൾ പള്ളികൾ നടക്കുന്നുണ്ടല്ലോ. മഹല്ലുകൾ അടിയുണ്ടാവാറുണ്ട്, കത്തിക്കുത്തുണ്ടാവാറുണ്ട്, ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ മഹല്ല് കമ്മിറ്റികൾ ഉണ്ടല്ലോ. അത് ജനാധിപത്യപരമായ രീതിയിലാണല്ലോ അവർ തിരഞ്ഞെടുക്കുന്നത്. അവിടെ തല്ലുംപിടിയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ എത്രയോ കത്തിക്കുത്തിൻ്റെ വാർത്തകളടക്കം നമുക്ക് വായിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു സംവിധാനം മാത്രമേ അഭിലഷണീയമായിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മറ്റോ കീഴിലേക്ക് ഒരിക്കലും ഈ ക്ഷേത്രങ്ങളെ കൊണ്ടുപോകുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ ഒരു സമാനത ഉണ്ടാവില്ല. മറ്റേതാകുമ്പോൾ എല്ലാവരുടെയും പ്രാതിനിധ്യം, ഒരു ജനപ്രാതിനിധ്യ സ്വഭാവം അതിന് വരും. അതിന് ക്ഷേത്ര വിശ്വാസികളായിരിക്കണം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നവരായിരിക്കണം വോട്ട് ചെയ്യുന്നവർ. മറ്റൊരു നിർദ്ദേശം വേറെ ചില മാന്യന്മാരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് തുടക്കത്തിൽ ഒരു ട്രാൻസിഷൻ പീരീഡിൽ സമൂഹത്തിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, അങ്ങേയറ്റം സാത്വികരായിട്ടുള്ള ഒരു 5-10 ആളെ സെലക്ട് ചെയ്ത് ഇത് ഫസ്റ്റ് കമ്മിറ്റി എന്ന് പറയട്ടെ, അത് അങ്ങേയറ്റം മാന്യതയുള്ള കുറച്ച് ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കുക. പിന്നെ അവരുടെ ഭരണം കുറച്ചു കാലം നടത്തി കഴിഞ്ഞാൽ അതനുസരിച്ച് പിന്നീട് നടക്കും. അഡ്ഹോക് സംവിധാനത്തിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ പ്രശ്നം വരുന്നത് ഈ മാന്യതയുടെ നിശ്ചയം എന്താണ്? അത് ബുദ്ധിമുട്ടാണ്. അതെ, മാന്യതയുടെ നിശ്ചയം എന്താണ്? അത് വലിയ പ്രശ്നമുള്ള വിഷയമാണത്. ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന്, ഒരാൾക്കും വ്യക്തിപരമായി ഒരു എതിരഭിപ്രായം, വിപരീതാഭിപ്രായം ഇല്ലാത്ത ഒരു ബഹുമാന്യ വ്യക്തിയാണ് ഇപ്പോൾ ജയകുമാർജി ശബരിമല തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതായ ജയകുമാർജി IAS, അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഒരഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ പൊസിഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഭരണക്കാരുടെ ഭാഗമായി നിൽക്കേണ്ട ഗതികേട് വരികയാണ്. ഇപ്പം ചെറിയ ഉദാഹരണത്തിന്, ഒരൊറ്റ ദിവസം നടത്തിയ സമ്മേളനം കോടികളുടെ ചെലവ് കാണിച്ചുകൊണ്ട് വന്നപ്പോൾ അതിലത്തെ വരവ് ചെലവ് കണക്ക് ഇത്ര കാലം കഴിഞ്ഞിട്ടും ശരിയാക്കാൻ പറ്റാതെ വന്നപ്പോൾ, ഒരിക്കലും അവിടെ ക്ഷണിക്കപ്പെടുക പോലും ചെയ്യാത്ത നന്ദഗോവിന്ദം ഭജൻസിൻ്റെയും മറ്റും പേരിൽ വൗച്ചർ എഴുതി വെച്ചതായ യാഥാർത്ഥ്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സമയത്തും അദ്ദേഹം ആ റിപ്പോർട്ടിനെ തള്ളേണ്ടതിന് പകരം അദ്ദേഹം സമയം ചോദിക്കുക ചെയ്തത്. അപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ചിദാനന്ദപുരി സ്വാമി എന്താ പറയേണ്ടത്? പക്ഷം ചേരാത്തവനാണെന്നോ വിശ്വാസനാണെന്നോ നിങ്ങൾ പറഞ്ഞാൽ ആ പൊസിഷനിൽ ചെന്നിരിക്കുമ്പോൾ ചിദാനന്ദപുരി സ്വാമി ദുഷിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും യുക്തമായത് ഒരു അഡ്ഹോക് സിസ്റ്റത്തിൽ മറ്റൊരു സംവിധാനം വരുന്നത് വരെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം അങ്ങ് പറഞ്ഞതുപോലെ ഉള്ള ഒരു കമ്മിറ്റി ഉണ്ടാവുന്നതിന് ഒരു വിരോധവും ഇല്ല. പക്ഷേ ഒരു കാരണവശാലും 1 വർഷത്തിൽ കൂടുതൽ അത് തുടരാൻ പാടില്ലെന്നും, ഈ പറഞ്ഞ പഞ്ചായത്ത് തല, ജില്ലാതല, സംസ്ഥാനതല കമ്മിറ്റി ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെടുകയും അതിൽ 18 വയസ്സ് കഴിഞ്ഞവരും ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ദേവതാ ആരാധനയിൽ, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്നവരും ആണെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നവർ അംഗങ്ങളായി വരിക. ഈ പറഞ്ഞ സംസ്ഥാന ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പഠന കേന്ദ്രം ഉണ്ടാവുക. അവിടെ ഒരു ഭാഗത്ത് പൂജകന്മാരെ സൃഷ്ടിക്കാനുള്ള പൂജാ പഠനങ്ങൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ,
2 എല്ലാ ക്ഷേത്രങ്ങളിലും ധർമ്മ പാഠശാലകൾ നടത്താനുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എല്ലാം ആരംഭിക്കുകയൊക്കെ ചെയ്താൽ ഇവിടെ ധാർമ്മികമായി വലിയൊരു ഉയർച്ച ഉണ്ടാവാം.